എൻ്റെ പേര് ലീലമ്മ. ജനിച്ച് വളർന്നത് പാതിരാമണിയിലായിരുന്നു. ഈ കൊച്ചിലെ തന്നെ കക്കായും വരും, മീനും പിടിക്കും ഒക്കെ ചെയ്യും. പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം CP ഷാജി മുഹമ്മദ്. ഈ വേമ്പനാട്ട് കായലിലെ കുഞ്ഞോളങ്ങളെ വകഞ്ഞു മാറ്റി മുങ്ങിത്താഴുന്ന കക്കവാരിയും മത്സ്യബന്ധനം നടത്തി ജീവിക്കുന്ന നൂറുകണക്കിന് ജനങ്ങളുള്ളൊരു നാടാണ് ഈ കായിപ്പുറം. ആ പ്രിയപ്പെട്ടവരിൽ നിന്നും വളരെ വ്യത്യസ്തയായൊരു വ്യക്തിത്വം. പാതിരാമണയിൽ ജനിച്ച തൻ്റെ ചെറുപ്രായത്തിൽ തന്നെ ഈ കായലിനോട്, ഈ കായലിലെ ജലത്തിനോടും കായലിലെ മത്സ്യത്തോടും കക്കയോടും ഒക്കെ കഥ പറഞ്ഞ് വളർന്നു വന്ന ലീലാമ്മ ചേച്ചി എന്ന പ്രിയപ്പെട്ട അമ്മയുടെ ആ കക്കവാരിയുള്ള ആ കഥകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാനിന്ന് അവതരിപ്പിക്കുന്നത്. നമ്മളെല്ലാം കക്ക ഇറച്ചി വളരെ സ്വാദിഷ്ടമായി കഴിക്കാറുണ്ട്. എന്നാൽ ആ കക്ക വാരിക്കൊണ്ടുവന്ന് അത് കക്ക ഇറച്ചിയാക്കുന്ന കഥകളും ആ നിമിഷങ്ങളും കണ്ടു കാണില്ല. ഇവിടെ പ്രിയപ്പെട്ട ലീലാമ്മ ചേച്ചി വേമ്പനാട് കായലിൽ മുങ്ങിത്താഴുന്ന കക്ക വാരി കൊണ്ടുവന്ന് അത് കക്ക ഇറച്ചിയാക്കുന്ന കുറേയധികം മനോഹരമായ ദൃശ്യങ്ങളാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ അവതരിപ്പിക്കുമ്പോൾ ആ പാതിരാമണലിൽ ജീവിച്ച ലീലാമ്മ ചേച്ചിയുടെ ജീവിതാനുഭവങ്ങളും ചേർന്നിണങ്ങി വരുമ്പോൾ പ്രിയപ്പെട്ടവരെ ഈ വീഡിയോ മനോഹരമാകും തീർച്ചയാണ്. ആദ്യ അവസാനം ഈ വീഡിയോ കണ്ട ലൈക്ക് ചെയ്ത് ഇനിയും കുറച്ചു പേർ സബ്സ്ക്രൈബ് ചെയ്യുവാനുണ്ട് എന്നെനിക്ക് തോന്നുന്നു. എല്ലാവരും എന്നോടൊപ്പം ചേരണമെന്നുള്ള വിനീതമായിട്ടുള്ള ആഗ്രഹത്തോടെ കാണുക. എൻ്റെ പേര് ലീലമ്മ. ജനിച്ച് വളർന്നത് പാതിരാമണിയിലായിരുന്നു. ഈ കൊച്ചിലെ തന്നെ കക്കായും വരും, മീനും പിടിക്കും ഒക്കെ ചെയ്യും. ബന്ധം ഞങ്ങൾ പാതിരാമണിയിൽ ജനിച്ച് വളർന്നത് കൊണ്ട് അവിടെ വെച്ച് അതുകൊണ്ട് കായലിൽ എല്ലാം പരിചയമുണ്ട്. കൊച്ചിലെ തന്നെ ഞങ്ങൾ ജനിച്ച് വളർന്നത് പാതിരാമണിയിലായിരുന്നു. അവിടെ നിന്നാണ് പത്താം ക്ലാസ് വരെ പഠിച്ച് കാറ്റും കോളും ഒക്കെ തരണം ചെയ്ത് ഞങ്ങൾ കൊച്ചിലെ തന്നെ കക്കായും വരും, മീനും പിടിക്കും ഒക്കെ ചെയ്യും. 6 വീട്ടുകാരാണ് അന്തരപ്പേർ അവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചത്. അത് കഴിഞ്ഞ് പിന്നെ ഓരോ വീട്ടിൽ നിന്ന് ഓരോരുത്തരായിട്ട് മാറി താമസിച്ച് പഞ്ചായത്തിൽ നിന്ന് ഇതൊക്കെ കിട്ടി ഇക്കരെ 13 വീട്ടുകാർക്ക് സർക്കാർ സ്ഥലവും കൊടുത്തു. ഈ പാതിരാമണലിൽ അന്നത്തെ കാലഘട്ടത്തെക്കുറിച്ച് അമ്മയൊക്കെ പഠിച്ചത് ഇക്കരെ വന്നാണ്. വള്ളത്തെ വന്ന് പഠിക്കും. രാവിലെ ഇക്കരെ കൊണ്ടുവരും, വൈകിട്ടാണ് പഠിത്തം കഴിഞ്ഞ് അക്കരെ പോകുന്നത്. എവിടെ പഠിച്ചത്? സംസ്കൃത സ്കൂളിൽ 10ാം ക്ലാസ് വരെ പഠിച്ചു. അന്നത്തെ ജീവിത കാലഘട്ടം ഈ പാതിരാമണലിലെ ജീവിത കാലഘട്ടം ഓർത്താൽ എങ്ങനെയാണ്? അന്നത്തെ ജീവിതം ഞങ്ങൾക്ക് അവിടെ നല്ലതായിരുന്നു. കാരണം പിന്നെ മരുന്നിനും ആണെങ്കിൽ ഏത് സാധനങ്ങളെല്ലാം മേടിക്കാൻ വെള്ളം വരെ ഇക്കിരുന്ന് കൊണ്ടുപോകും ഞങ്ങൾ. കായൽ ഉപ്പ് വരുമ്പോഴത്തേനും അല്ലാത്തപ്പം കായലിലെ വെള്ളമൊക്കെ കുടിച്ചിട്ടുണ്ട്. മീനും തേങ്ങയൊന്നും വേണ്ടായിരുന്നു. എല്ലാം ഞങ്ങൾ അവിടെ തന്നെ പിടിച്ചെടുക്കും. മഴക്കാലമൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യും? മഴക്കാലമൊക്കെ ഇതുപോലെ മഴയത്തൊക്കെയാണ് ഞങ്ങൾ പോവുകയും വരികയൊക്കെ ചെയ്യുന്നത്.
ഈ വെള്ളപ്പൊക്കം അങ്ങനെ വെള്ളപ്പൊക്കം അകത്ത് ഇതുവരെ വെള്ളപ്പൊക്കം വലിയ ബംഗ്ലാവ് ഉണ്ടായിരുന്നു. കൂടുതൽ വെള്ളം കയറുന്ന കിട്ടി അവർ ആ ബംഗ്ലാവിൽ ഞങ്ങൾ താമസിക്കും. അന്ന് 12 മുറികളൊരു ബംഗ്ലാവ് ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ പൊളിച്ച് കളഞ്ഞ് അവിടെയായിരുന്നു അന്നേരം എല്ലാവരും താമസിക്കുന്നു. അന്ന് നല്ലൊരു കെട്ടിടം ഉണ്ടായിരുന്നു അവിടെ. ബംഗ്ലാവ് പോലത്തെ കെട്ടിടം ഉണ്ടായിരുന്നു. ബംഗ്ലാവ് ആയിരുന്നത്. കറണ്ട് ഇല്ലായിരുന്നു. ഇല്ല, കറണ്ടൊന്നും ഇല്ല. ഇല്ല. അല്ലേ, നമ്മൾ ഇപ്പോഴൊക്കെ അടുത്ത കാലത്ത് കണ്ട പോലത്തെ വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുണ്ടായിരുന്നു. വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വീടുകളിൽ വെള്ളം കയറിയില്ല. അകത്തൊക്കെ ചെറിയ ചെറിയ നിറച്ച് തോടുകളുള്ളതുകൊണ്ട് ഇതുവരെ വീടുകളിലൊന്നും വെള്ളം കയറിയിട്ടില്ല. ഈ കക്കാവരം തുടങ്ങിയിട്ട് എത്ര? കക്കാവരം ഞാൻ പറഞ്ഞില്ല, കൊച്ചിലെ തൊട്ട് ഞാൻ കക്കാവ് വാരുന്നുണ്ട്. എല്ലാം കക്കാവര. പിന്നെ കൊല്ലത്ത് പോയി അവിടുന്ന് വന്നിട്ട് കൊല്ലത്ത് 11 വർഷം താമസിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ വന്ന് സ്ഥലം മേടിച്ച് അന്നേരം പിന്നെ ഞാൻ തുടങ്ങി. ഇതാ ഇത് ഞാൻ മുങ്ങി വാരിയതാ. അല്ല, മുങ്ങിത്താഴ്ന്ന് വരുന്നതാണ് നമുക്ക് സുഖം. മുങ്ങി വാരിയ നല്ല വലിയ കക്ക കിട്ടും. ചട്ടയ്ക്ക് വലിച്ചെണ്ണ എല്ലാം കൂടി കിട്ടും. അതുകൊണ്ട് മുങ്ങി വരാനാണ് ഇഷ്ടം. മുങ്ങിയെ വാരുന്ന ഇതുപോലെ ചട്ടയ്ക്ക് വരുന്ന നമുക്ക് ബുദ്ധിമുട്ടില്ല.
വേമ്പനാട് കായലിൻ്റെ മനോഹരമായ ചാരുതകളിലേക്ക് മുങ്ങിത്താഴ്ന്ന് കക്കാവാരി ജീവിക്കുന്ന ലീലാമ്മ ചേച്ചിയുടെ കഥ വീഡിയോ നിങ്ങൾ കണ്ടു കാണും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇനിയും പാതിരാമണലും വേമ്പനാട് കായലും കായ്പുറവും എല്ലാം സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒത്തിരി വീഡിയോ ഒരുങ്ങുകയാണ്. കാണുവാൻ എന്നോടൊപ്പം നിങ്ങൾ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹത്തോടെ നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം CP ഷാജി.